ഷാജി ഇത് നിങ്ങൾ അവരെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മച്ചി കുറച്ച് ഇച്ചിരി ഇങ്ങോട്ട്
ഇച്ചിരി ഇങ്ങോട്ട് വന്നു. അമ്മച്ചിയുടെ മുമ്പോട്ട്, അമ്മച്ചിയുടെ ലേശം മുമ്പോട്ട് വെക്കാം. ചേർന്നങ്ങ് എന്നാലേ ജോണി ഉണ്ട്. സോണി വന്നിട്ടുണ്ടായിരുന്നു. പഠിച്ച പയ്യനാണ്. അച്ഛനാണ് വലിയ സ്ഥലമില്ലേ, അവിടെ 5000 കാലം കൊടിയിട്ടിരിക്കുന്നു. 5000 സിനിമകൾ അല്ല മൊത്തത്തിൽ കിട്ടാൻ തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമേ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. അദ്ദേഹത്തിന് നിന്നെ വിളിക്കുന്നു. പരിശീലിപ്പിക്കുന്നവനെ നബിതിരുനാമത്തിനെ സ്തുതി. നിന്നെ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. വിശുദ്ധാത്മാവിനും സ്തുതി. നിന്നെ വിളിക്കുന്നു.
പരിശീലിപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ കൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ അവയെ കരയുന്നവരെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാണ് നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരെ ഉന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തെളിവായി എന്നോട് നാഥാനെ തിരുമിഴിയെല്ലാം കാണുന്നു. നമ്മുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ. തിരുസന്നിധിയിൽ നിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലി പോൽ നാഥ. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭരണത്തിൻ കാലടിക്ക് പൂന പാപമെനിക്കുള്ളിൽ വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമല മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഷാജീരിലെ മറ്റു പ്രദേശങ്ങളിലെ സുഹൃത്തുക്കളും അയൽവാസികളും നമുക്കറിയാം, അതിൻ്റെ നടുക്കവും പ്രയാസവും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരന്റെ മുമ്പിൽ നമുക്ക് പ്രിയപ്പെട്ട സഹോദരനെ സുരക്ഷിത കാര്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്കറിയാം. നമ്മളെല്ലാവരും ഒരു നാട് മരണത്തിലൂടെ കടന്നു പോവുകയും സഹോദരൻ നമുക്കായിട്ട് കരുതി വെച്ചിരിക്കുന്ന നിത്യസൗഭാഗ്യം സ്വന്തമാക്കുകയും ചെയ്യേണ്ടവരാണ്. മാനുഷികമായ കണക്കുകൂട്ടലുകളും പദ്ധതികൾക്കും അപ്പുറത്തേക്ക് അപ്പോൾ നേരത്തെ തമ്പുരാൻ ഈ പ്രിയപ്പെട്ട മകനെ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് മാനുഷികമായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തമ്പുരാന്റെ അനന്ത പദ്ധതിയിൽ ഇതിനെല്ലാം ഉത്തരമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. വിദൂരത്ത് ആയിരിക്കുന്ന പ്രിയപ്പെട്ട കൈകൂരിന്റെ പ്രത്യേകമാണ്. നിങ്ങൾ രണ്ടുപേര് അവരുടെ ദുഃഖമൊക്കെ നമുക്ക് മാനുഷികമായ തളർത്താനോ അവരെ ആശംസിക്കാനൊന്നും വാക്കുകളില്ല. ഒറ്റ വാക്കിലെ പറയാറുള്ളൂ, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം ഈ മകനെ നിത്യസമാനത്തിനായിട്ട് കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. നാളിതുവരെ ഈ കുടുംബത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അപ്പച്ച സ്വർഗത്തിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് നന്മകൾ വാങ്ങത്തിൽ ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. പക്ഷേ അതങ്ങനെയാണ് തന്നെ. അതുപോലെ പ്രിയപ്പെട്ട മാതാപിതാക്കള് അവരുടെ ദുഃഖത്തിൽ വലുതാണെന്നുള്ളത് നമുക്കറിയാം. തമ്പുരാനെ ആശ്രയിക്കുമ്പോൾ ഈ ദുഃഖമെല്ലാം ലഘൂകരിക്കുകയും വിയർപ്പിന്റെ പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സമാശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒന്ന് മാത്രമേ ഈ സമയത്ത് ചിന്തിക്കുക, ഈ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിന്റെ ഓട്ടം നന്നായിട്ട് പൂർത്തിയാക്കി തമ്പുരാന്റെ കരങ്ങളിലേക്ക് അല്ലെങ്കിൽ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ശാന്തമായി സമാധാനത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ ഇത്രയും നാള് ഈ മകനെ അല്ലെങ്കിൽ ഈ ഭർത്താവിനെ, ഈ അപ്പനെ, ഈ സഹോദരൻ, ഈ മകനെ നമ്മൾക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം.
തീർച്ചയായിട്ടും തമ്പുരാന്റെ കരങ്ങളിൽ തമ്പുരാന്റെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ട മകൻ ആശ്വാസം കണ്ടെത്തുകയും സൗഭാഗ്യത്തിന്റെ സ്വർഗ സൗഭാഗ്യത്തിന്റെ തീരിടം അണിയുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിലായിട്ട് ഇവിടെ എല്ലാവരും അയൽവക്കക്കാരും മറ്റു മിത്രാദികളും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്ന പ്രാർത്ഥനയോടുകൂടി തുടർന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട ഷൈബുവിനെ നമുക്ക് ഓർമ്മിക്കാം. മാനുഷികമായിട്ട് എന്തെങ്കിലുമൊക്കെ കുറവുകൾ, നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ, എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും ദാനധർമ്മം കൊണ്ടും സഹായിക്കാനായിട്ട് സാധിക്കും. ആ ഒരു ചിന്തയോടുകൂടിയാണ്. അതാണല്ലോ നമ്മുടെ വിശ്വാസവും നമ്മുടെ കൂട്ടായ്മയും എല്ലാം. ഈ വലിയൊരു വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നമ്മുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ഒപ്പം നമുക്ക് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അറിവുണ്ട് എന്നൊരു വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്യാം. ഈ കുടുംബത്തോടും ഈ സഹോദരനോടും ഒക്കെയുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ വന്നിറങ്ങിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ സഹായിച്ച നല്ല അയൽവക്കക്കാർക്കും ചേർന്ന് നിന്ന ബന്ധുമിത്രാദികൾക്കൊക്കെ ഈ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രിയപ്പെട്ട സഹോദരൻ വഴി നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിന്റെ നന്മകൾ വാങ്ങിത്തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ പോയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എതിർത്തായിരിക്കുന്ന പ്രിയതമയ്ക്കും ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഉറ്റവർക്കും ഉടയവർക്കൊക്കെ ഇവിടെ കൂട്ടിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും ഞങ്ങളെല്ലാവരും അർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇതിനോടുകൂടെ ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്രയും ആളുകൾ ഈ ദിവസങ്ങളിലൂടെ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് പങ്കുവയ്ക്കുമ്പോൾ, ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ ഈ ദുഃഖമൊക്കെ ലഘുവായി തീരും. തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് ആശ്രയിക്കാം. ഓരോരുത്തരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവമേ, ഞങ്ങളുടെ ഭാവനത്തിനായി പങ്കുചേരുന്നതിനെ ഞങ്ങൾ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുരക്ഷയുടെയും പരമസസ്യങ്ങളുടെയും നാഥനാദിവമേ, ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഞങ്ങളെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നീക്കും. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദരിദ്രത്തിന്റെ ഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുഴലാട്ടടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ ഇന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്ക് ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് അകത്ത് സൃഷ്ടിച്ചവരും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാന വഴി നവീകരിക്കുന്നതുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു.
എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യന് നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതലേ ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിവിധേയാൽ മനോവിധേയാക്കുകയും യാതികതാൽ ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർബലാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവനോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസന് വരനിന്നരുളേണം. കർത്താവേ, സ്തുത്യർഹനമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവരാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. ഭക്തിയുടെ ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേയും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മധ്യത പുണരുന്നു, ക്ഷയമുള്ളോരക്ഷയനാകും. മധ്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുപിടത്തി അവരെ സ്വീകരിക്കുന്നു. അമ്പലവേദിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നുമിലെന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോ മിശിഹായിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, നിരക്ഷകനാദി എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5:24 മുതലുള്ള തിരുവചനങ്ങൾ.
എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നമ്മോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നമ്മോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ജീവന്റെ ഉടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സന്ദേശം പള്ളിയിൽ ചെന്നിട്ട് തരുന്നതാണ്. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായേ, കരയുന്നവരുടെ കണ്ണീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായേ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. സർവശക്തനായ പിതാവും കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര വിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകുങ്ങൾ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ
സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മധ്യ നീ, കൂടെ പോരും നിൻ ജീവിത ചേരികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്ത പ്രത്യാന്തത്തിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ചുങ്കക്കുന്ന് പള്ളിയിലാണ് സംസ്കാര ശുശ്രൂഷ നടത്തുന്നത്. തുടർന്ന് വരുന്ന പ്രാർത്ഥനകൾ ചുങ്കക്കുന്ന് പള്ളിയിൽ ചെന്നതിന് ശേഷമായിരിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മളങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ വാഹനങ്ങളിലാണല്ലോ എല്ലാവരും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു മുക്ക് വഴിയാണ് പോകുന്നത്. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി ചുങ്കക്കുന്നിലേക്ക് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ ഏറ്റവും മുമ്പിലായിരിക്കും മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പോകുന്നത്. ആംബുലൻസിന്റെ പുറകില് നമ്മുടെ ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോകുന്ന മുഴുവൻ വാഹനങ്ങളും സ്പീഡ് കുറച്ച് ആംബുലൻസിന്റെ സ്പീഡിനോട് ക്രമപ്പെടുത്തിക്കൊണ്ട് പോകണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. സംസ്കാര ശുശ്രൂഷയ്ക്ക് പോകുന്ന വാഹനങ്ങളൊന്നും തന്നെയും ഈ ആംബുലൻസിനെ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് ക്രമമായി ചിട്ടയായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണിത്. ഇവിടെ നിന്ന് ഈ പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ സംസ്കാര ശുശ്രൂഷയ്ക്കായിട്ട് ചുങ്കക്കുന്നിലേക്ക് വരുന്ന എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ വാഹനങ്ങൾ എവിടെയാണോ ആ വാഹനം അവിടെ തന്നെ കയറിയിരിക്കുക. എല്ലാവരും ഇപ്പൊ വാഹനം എടുക്കാൻ തുടങ്ങിയാൽ നമുക്കറിയാം ബുദ്ധിമുട്ടുണ്ടാവും, വാഹനങ്ങൾ തടസ്സമുണ്ടാവും, ട്രാഫിക്. ആംബുലൻസ് ഇവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം വളരെ സ്പീഡ് കുറച്ച് അങ്ങോട്ട് തിരിച്ചെത്തിക്കുന്ന വാഹനങ്ങൾ വരികയും അങ്ങോട്ട് തിരിച്ചെത്തിക്കുന്ന വാഹനങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഇങ്ങോട്ടോട്ട് തിരിച്ചെത്തിക്കുന്ന വാഹനങ്ങൾ തിരിച്ചുകൊണ്ട് പോകണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷൻ കിടന്ന വാഹനങ്ങളെല്ലാം മറ്റു നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം ധരനരുവീടാ കൈവില്ലാത്തോ എൻ പാർപ്പിടമേ. സഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. കാത്തിപ്പതിനായി പരിപാവനമാ ദൈവഭവനം പോകും നേരം സ്നേഹാർദ്രതയാൽ എൻ പ്രിയജനമേ അനുദിനമലിവോ ദർശനമെന്നേ. ഭൂമിയിലെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോർശ്രീം പ്രാപിപ്പതിനാ. നീ എന്നും നിലനിൽക്കുന്നു പോയി പറയും നീ ക്ഷണഭംഗുരമാ
പ്രകാശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ. ശാന്തിയിൽ മകളെ കൈക്കൊള്ളുക നിൻ പാദത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടാ കൽപ്പിച്ചതുപോൽ എന്നോടുമിപ്പോൾ കൽപ്പിക്കണമേ. കാഹളമോതി അവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം, വിധിനാളുയരും മോഹനഗാനം. അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോദം. സ്വർഗ്ഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പരദീസായിൽ പുനരധിവാസം നൽകുന്നതിനാ സ്വർഗ്ഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. വിശുദ്ധർ അന്ധകാരത്തിൽ പ്രകാശമിരിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരുടെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചേരും. നിന്റെ കരുണയാൽ അനുഗമിക്കട്ടെ പരിശുദ്ധന്മാർ എതിരേൽപ്പിനുവൻ അമ്പരമധ്യേ നിരചേരുന്നു. സ്നേഹിതരെ ഞാൻ അവരുടെ അരികിൽ ചേരുന്നതിനാൽ പ്രാർത്ഥിക്കണമേ. ഈ സൈഡിലേക്ക് ആയിപ്പോയതാ. ഓടിയെടുത്ത് ബോഡി സൈഡിൽ വിജയുടെ കയ്യിലേക്ക് വിജയുടെ കയ്യിലേക്ക്
അങ്ങോട്ട് കയറ്റി കൊണ്ടുപോകണം, അങ്ങോട്ട് കയറ്റി കൊണ്ടുപോകും. നമുക്കും കയറിയണ്ട. അനുസരിച്ച് വണ്ടി അല്ല വലിയ വീട് അവിടെ നിൽക്കേ.